ഈ ഉള്ളവൻ തൃശ്ശൂരിൽ ടൗൺ ഇമാമസിൽ 5 വർഷം ഇമാമായി. ഇങ്ങനെയല്ല വെള്ളിയാഴ്ച മാത്രം. നമ്മൾ പലപ്പോഴും ഇമാം പള്ളിയിൽ ഇമാം നിൽക്കുന്ന ആളായിട്ട് മനസ്സിലാക്കുക. വേറെ പള്ളിക്കൊന്നും പോകാൻ പറ്റാത്ത. പക്ഷേ ഞാൻ സുഖമായിട്ട് ഇമാമായി അതുപോലെ തൃശ്ശൂർ ടൗൺ ഇമാമസ് സുഖമായിട്ട് ആ ഇമാമത്തിന്റെ സുഖം കൂടാതെ ഇത് വലിയ സുഖം കൂടാതെ ഒന്നും ചെയ്യാൻ പരമാവധിയില്ല. അവിടെ അങ്ങനെയല്ല. അപ്പൊ ഒരുപാട് തൃശ്ശൂരിന്റെ മൊത്തം ഈ ഉള്ളവർക്ക് ഇറങ്ങി കുമ്മലയിൽ കഴിയും സർവീസിൽ നിന്ന് കൊണ്ടുതന്നെ. അവിടുത്തെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് എന്ന് പറയാൻ രീതിയിൽ അവിടുത്തെ ഒരു വലിയ മനുഷ്യനുണ്ട്, തൂങ്കുഴി പിതാവ്. അങ്ങനെ വലിയ ബന്ധം, ഒരുപാട് പരിപാടികളാണ്. എന്റെ പള്ളിയിൽ അദ്ദേഹം വിളിക്കുക. അപ്പൊ പള്ളിയിൽ കാലക്കിടയ്ക്ക് ഒരു പള്ളി കാണാനുള്ള ഒരു ദിവസം അദ്ദേഹം അറിയിച്ചു വന്നതാണ്. അപ്പൊ നമ്മൾ മിഹ്റാബ് കണ്ടു, മിഹ്റാബ് കാണിച്ചു കൊടുത്തു. അദ്ദേഹം സൊഫിൽ നമ്മൾ സുജൂദിന രീതിയിൽ ഒന്ന് കണ്ടുപിടിച്ചു. മുമ്പ് സുജൂദ് ചെയ്തു. എന്നിട്ട് അവിടെ ഇരുന്ന് ഞാനിരുന്നു ഖുർആൻ കാണിച്ചു കൊടുത്തു. സംസാരം അദ്ദേഹം മറിയം ബീവിയെ കുറിച്ചുള്ള അധ്യായം കാണിച്ചു. ഇത് ശ്രദ്ധിക്കാം. അങ്ങനെ ഈ ഭാഗം ഞാൻ പറഞ്ഞത് ഖുർആൻ തൊട്ടിൽ കിടന്നാണ് ഈ സായസനെ സംസാരിച്ച ഭാഗം. അദ്ദേഹം ഭയങ്കര വിഷയമായി കേൾക്കാനുള്ള ഓതി അർത്ഥം പറഞ്ഞു ഇരിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാം, ബൈബിളിൽ ഇതില്ല. തൊട്ടിൽ കിടന്ന് സംസാരിച്ച ഭാഗം ബൈബിളിൽ നമ്മൾ അറിയേണ്ടതായിരുന്നു. അങ്ങനെ മനുഷ്യന്മാരുമായുള്ള ആ ബന്ധത്തിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ഖുർആന്റെ ഒരു പരിഭാഷയുമായി ഏതാനും പുസ്തകങ്ങൾ അവിടെ നമ്മുടെ ലൈബ്രറിയിൽ എടുത്ത് അദ്ദേഹം പോയി. നമ്മുടെ വലിയ കാര്യം ബാക്കിയാവുന്നത് ഞാൻ പറയുന്നത് അതിൽ നിന്ന് മനസ്സിലായ പാഠമാണ്. തൂങ്കുഴി പിതാവിന്റെ അടുത്ത് നിൽക്കപ്പെടും. ഞാൻ ബൈബിൾ വായിച്ചാണ്. പക്ഷേ ഇതൊരു വസ്തുത, ഈ പറഞ്ഞ ഭാഗം അതില്ല അവിടെ. അപ്പൊ ആ ഭാഗത്തെ തൊട്ടിൽ കിടന്ന് സംസാരിച്ചു. സംസാരിക്കേണ്ട പ്രായമായ ശേഷവും സംസാരിച്ചു. അപ്പൊ ഈ സവിശേഷത ഒപ്പം അദ്ദേഹം സജ്ജനങ്ങളിൽപ്പെട്ടവരാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, മറിയമ്മയുടെ അടുത്ത് മലക്കുകൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുക, ഒരു കലിമത്ത് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നു, പേര് പറഞ്ഞു. ആ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വലിയ അവൻ അന്തസ്സാർന്നവനാണെന്ന് പറഞ്ഞു. മുഖറബി അള്ളാഹുവിന്റെ അടുത്ത ഇഷ്ടകാലക്കാരാണെന്ന് പറഞ്ഞു. തൊട്ടിൽ കിടന്ന് സംസാരിക്കും, പ്രായമായ ശേഷം സംസാരിക്കും എന്ന് പറഞ്ഞു. സജ്ജനങ്ങളിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞു. ഇതൊക്കെ സവിശേഷമായി ഈസനെ കുറിച്ച് പറയാം. ഇത്രയും കേട്ടപ്പോൾ തന്നെ മറിയം ബീവി വല്ലാതായി പോയിട്ടുണ്ടാവും. അവർ പറഞ്ഞു, റബ്ബി എന്റെ നാഥ, മലക്കളോടല്ലേ പറയുന്നത്. മലക്കൾ വന്നിട്ടാണ് ഇത് അറിയിച്ചത്. ആരാ അറിയിച്ചത്? അല്ല അറിയിച്ചതാ. മലക്കൾ ഒരു മാധ്യമമാണല്ലോ, വകീന്റെ ഒരു മാധ്യമം. അപ്പൊ അള്ളാഹുവേ റബ്ബി എന്റെ നാഥ, എനിക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടാവുക? വലതിന് ആൺകുട്ടിയുടെ വലതെന്ന് പറയാം, സന്താനത്തും പറയാം. പക്ഷെ വലത് സവിശേഷമായ പ്രയോഗം. ആണൊരുത്തൻ എന്നെ തൊട്ടിട്ടില്ലല്ലോ. നിങ്ങൾ നിഷ്കളങ്കത, ആ സദ്വൃത്തത, ആ സ്വാലിഹത, ആണൊരുത്തൻ ഇന്നേ തൊടാത്ത, ഒരാണിന്റെ ഗന്ധമറിയാത്ത ഞാൻ എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകും പടച്ചവനെ? അവർ വല്ലാതെ നിസ്സഹായ അവസ്ഥയാണ് ഈ പറയുന്നത്. അതാണ് നേരത്തെ വിശദീകരിച്ചിട്ടത്. അത് വല്ലാതെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്നെ കുറിച്ചുള്ള സ്മരണ പോലും തേഞ്ഞുമാഞ്ഞു പോയിരുന്നെങ്കിൽ എന്നെ ഒരാളും ഓർക്കാതെ ഞാൻ ഈ സാമൂഹിക ജീവിതക്രമത്തിൽ നിന്ന് അങ്ങ് തേഞ്ഞുമാഞ്ഞു പോയിരുന്നെങ്കിൽ പഠിച്ചവനെ ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് ജനങ്ങളെ പേടിച്ചു പറയുന്നതാണ്. അപ്പൊ അത്രയും അതാ നിസ്സഹായ അവസ്ഥയുടെ വേറൊരു ഭാഗമാണ് മറിയമിൽ ഉദ്ധരിച്ച ഭാഗം. ഇവിടെ ഇതിന്റെ വേറൊരു പ്രശ്നമാണ്. വലത് എനിക്ക് കുഞ്ഞുണ്ടാകും, വലം ഇന്നേ വരെ ഒരാണെന്നില്ല. അതൊരു കൃത്യമായ വർത്താനം. മറിയം ബീവി കന്യാമറിയമായിരുന്നെങ്കിൽ അതാണ് വിഷയം. ആ കന്യകയുടെ വർത്തമാനമാണിത്. അപ്പൊ നമ്മൾ കന്യാമറിയം എന്ന് വിളിക്കാം, എന്നിട്ട് ഭർത്താവ് ഉണ്ടായാലും പറയും ചെയ്യാം. ഇതെങ്ങനെ യോജിക്കും കൂട്ടരെ?
വിഷയം. കന്യാമറിയം എന്ന് പറയുമ്പോൾ ഏതവസ്ഥയിലും കന്യകയായിരുന്നു എന്ന് പറഞ്ഞല്ലോ വരണം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ കന്യകയാണ് ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ നീ തരത്തിൽ നടക്കുന്നത്. ചില ആളുകൾ അറിയിക്കാൻ വേണ്ടി അറിയിക്കാത്തവരോട് വിട്ട് കഴിഞ്ഞ പെണ്ണാണെന്ന് അറിയുമെന്നാണല്ലോ ഈ പറഞ്ഞടയാ. അങ്ങനെ വരെ ആൾക്കാർ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ കന്യകയാണ്, പിന്നെ കന്യക കൂടി പോയില്ല. അപ്പൊ ഇതിനൊരു ആൺകുട്ടൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കന്യാമറിയം വിളിക്കാൻ പറ്റും. ഇപ്പോഴും വിളിക്കുന്നത് കന്യാമറിയം തന്നെയാണ്. ആണല്ലോ അന്ന് പറയാ ഇത് കന്യക തന്നെ, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് മറിയം വന്നത്. കന്യാമറിയം തന്നെ നമുക്ക് പേടിയും വേണ്ട. കന്യാമറിയം എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാർ ബേജാറാക്കും. പടച്ചോനെ എന്താ മുമ്പ് ക്രിസ്ത്യാനായി പോയി. അല്ലെന്താ പറഞ്ഞത്? എന്നെ ആണെന്ന് തൊട്ടിട്ടില്ലാതെ ഞാൻ ഇപ്പോഴും കന്യകയാവുന്ന എന്നും കന്യക തന്നെയാവാം. അപ്പൊ കന്യാമറിയം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിയാണ്. ഭാഷ എന്നും സ്വന്തമാക്കണം, പദങ്ങളെയും സ്വന്തമാക്കണം, പദാവലികളെയും പഠിക്കണം, എന്നിട്ട് സംസാരിക്കാൻ പറ്റണം. അതറിയാത്ത മുദ്ര ഇസ്ലാമിന്റെ പ്രബോധനം പറഞ്ഞാൽ പറ്റില്ല, അവർ വേറൊരർത്ഥം പറഞ്ഞാൽ മതി. അപ്പോ വലം യംസസ്നി ബശറുൻ, എന്നെ ആണൊരുത്തനും തൊട്ടില്ല, ഞാൻ ഇപ്പോഴും കന്യകയാണ്. ഖാല, അല്ലാഹു പറഞ്ഞു, കദാലികില്ലാഹു യഖ്ലുഖു മാ യശാ. ഖാല പറഞ്ഞാൽ അല്ലാഹു പറയുന്നു, പറഞ്ഞു നടക്കില്ലല്ലേ. പക്ഷെ സംഭാഷണം അള്ളയും മറിയും തന്നെയാണ്. അല്ലാഹു നിൽക്കുന്നത് അവർ സംസാരിക്കൂല, എവിടെയും അങ്ങനെ സംസാരിച്ചിട്ടില്ല. അല്ല സംസാരിച്ചിട്ട് സംസാരിക്കൂല. അതുകൊണ്ട് കലമ അവർക്ക് കരിയുമുണ്ടാകുന്നതാണ്. സംസാരം മാത്രമേ കിട്ടും, അള്ളാഹെ കണ്ടിട്ടില്ല. ഒരു പ്രകാശ വലയുണ്ടായിരുന്നു. അങ്ങനെയാണ്. അപ്പൊ ഇപ്പോഴത്തെ രീതിയിൽ ഇവിടെ സംസാരിക്കുന്ന മണക്കന്നെയാണെങ്കിലും അള്ളയുമായിട്ട് സംഭാഷണ രീതിയിലാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്റെ ആഖ്യാന രീതി അങ്ങനെയാണ്. അപ്പോ കാല അങ്ങനെയാണ് അള്ളാഹ്. അതാണ് നമ്മുടെ ഈമാൻ. അങ്ങനെയാണ് അള്ളാഹ്. കദാലികില്ല, അങ്ങനെയാണ് നിന്റെ അള്ളാഹ്. അവൻ അതിന് കഴിയുന്നതാണല്ലോ. അവന്റെ ഇച്ഛയെ നമ്മളെ നിയന്ത്രിക്കാനാകും. നമ്മളുടെ കാര്യകാരണ ബന്ധങ്ങൾ, നമ്മളുടെ സ്വാഭാവികത, അതൊന്നും നമുക്കുള്ള വിഷയമല്ലേ. അള്ളാഹിനോട് അവനുള്ള വിഷയം. നമ്മളിപ്പോ ജപ്പാനിൽ ഭൂകമ്പമുണ്ടായ അവിടെ ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ജപ്പാനും ഇന്ത്യയൊക്കെ നമ്മൾ തീരുമാനിച്ചതല്ലേ. അള്ളാഹിന്റെ ഭൂമിയിൽ എവിടെയുണ്ടായ എല്ലാവർക്കും ബാധിക്കുന്നു. അത് നമ്മളുണ്ടാക്കിയ ബന്ധങ്ങളാണോ ഈ ഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെയാണ് അപ്പുറത്തെ രാഷ്ട്രത്തിന്റെ ഭൂഗർഭ ഡാം ഖനിജങ്ങൾ ഇപ്പുറത്തെ രാജ്യക്കാരന് ഇവിടെ തുറച്ചെടുക്കാൻ പറ്റുമല്ലോ പുതിയ കാലത്ത് അല്ലേ. അങ്ങനെ ഉണ്ട് അല്ലെ. പോയിട്ടാക്കുന്ന ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നങ്ങളുണ്ട്. നമ്മളുടെ അതിർത്തിയാണ് അവിടെ. ഞാൻ എന്റെ പ്ലോട്ടിൽ ഒരു കടൽ കുത്തിയാൽ തൊട്ടപ്പുറത്ത് ഫിറോസ് സാഹിബിന്റെ പ്ലോട്ടിലെ വെള്ളം എന്റെ കടലിൽ വരുമല്ലോ. അതിർത്തിന്റെ കാര്യം അങ്ങനെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാ. അപ്പൊ നമ്മുടെ സ്വാഭാവികതയും നമ്മുടെ ആത്മീകരണവും എന്ന് പറയുന്നത് പോലെ അതൊക്കെ നമ്മുടെ വിഷയമാണ്. അതെങ്ങനെ കഥാലിക്കില്ല. അതുപോലെയാണ് നിന്റെ അവസ്ഥ. അങ്ങനെയാണ് ഏവർക്കുമായ ഉദ്ദേശിക്കുന്ന സൃഷ്ടിക്കും. അവന് ആണും പെണ്ണും എന്തൊന്നും വേണ്ട, അവന് പറ്റും. ഇതാ കഥ അമ്രൻ, അവനൊരു കാര്യം നമ്മൾ വിധിച്ചാൽ മതി. പൈനമായ പൂലവും ആ സമയത്ത് അവനൊന്ന് പറയേണ്ട കാര്യമുള്ളൂ. കുൻ ഉണ്ടാവട്ടെ, സംഭവിക്കട്ടെ. ഉണ്ടാവും തന്നെയാണ്. ഭൂമി ഉണ്ടാവട്ടെ, ആകാശം ഉണ്ടാവട്ടെ, ഗർഭത്തിൽ ജനിക്കട്ടെ, മരിക്കട്ടെ, ഖിയാമത്ത് സംഭവിക്കട്ടെ, പുനരുദ്ധാരണം നടക്കട്ടെ, നരകം ഹാജരാകട്ടെ, സ്വർഗം ഹാജരാകട്ടെ, രേഖകൾ നൽകട്ടെ. ഇതൊക്കെ തന്നെ വിഷയം. അതൊക്കെ സംഭവിക്കുന്നു. നമുക്ക് മനസ്സിലാക്കിയതാണ് ഇതൊക്കെ സംഭവിക്കുന്നു. അതാണ് വലിയ വിഷയം തന്നെ. അവർ ഉദ്ദേശം ചെയ്യും. അവനൊരു കാര്യം തീരുമാനിച്ചാൽ മതി. പിന്നെ എന്റെ നടക്കുന്നത് പറയേണ്ട താമസമേ ഉള്ളൂ. ആവട്ടെ, സംഭവിക്കട്ടെ, ഉണ്ടാവട്ടെ. ഉണ്ടാവും. അതാണ് പടച്ചവന്റെ കുതിർച്ച. അതിന് ഈമാനുള്ളതാണ്. ശ്രദ്ധയായി എന്നെ വിട്ടിയിലാകും. പറഞ്ഞു നോക്കി പടച്ചവനെ എങ്ങനെയാണ് സംഭവിക്കുക? ഞാൻ ആണുമായി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. അല്ല അങ്ങനെയാണ്.
മരിച്ചു പോയില്ലെങ്കിലും അതൊരു സമൂഹം എന്ന ഒരു സംവിധാനത്തെ പേടിച്ചില്ല. അള്ളാഹനെ മാത്രം പേടിച്ചാൽ ശരിയാണ്, അള്ളാഹെ തന്നെ പേടിക്കരുത്. പക്ഷെ സമൂഹം എന്ന ഒന്നുണ്ടല്ലോ. അപ്പൊ അതിലേക്ക് ഇറങ്ങുമ്പോ എന്തെല്ലാം കേൾക്കേണ്ടി വരും എന്നാലോചിച്ചിട്ടാ. അള്ളാഹനെ പേടിച്ചാലല്ല, വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യയെയും കൊണ്ട് നമ്മുടെ ഉമ്മാനെയും കൊണ്ട് ഒരു സന്ധ്യ മയങ്ങിയ നേരത്തെ നടന്നു പോകുക. അപ്പുറത്തെ വഴിയായിരിക്കും 3 ആളുകൾ സംസാരിക്കും. സലാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാമാണ്. ഇത് എന്റെ ഭാര്യയാണ് കേട്ടോ, ഞങ്ങളൊരു വഴിക്ക് പോയിട്ട് വരാം. എന്നിട്ട് വീട്ടിലാണ് തെറ്റിദ്ധാരണ പോയില്ല. ആയിഷ നമ്മുടെ ഉമ്മ, അവർക്കത് വ്യഭിചാരം ഉണ്ടായിരുന്നു. സൂറത്തുൽ നൂറിന്റെ അവതരണത്തില്ല വ്യഭിചാരം ഉപയോഗിച്ച് പറഞ്ഞു പലർത്തി ആയിഷ കിടപ്പിലായി, മാനസികമായി തകർന്നു പോയി നമ്മുടെ ഉമ്മ. സമീപനം ഉമ്മാനെ അതിലേറെ പ്രശ്നമില്ല. റൂമിന്റെ ബാധ്യത ഉണ്ടാകാതിരിക്കും, സഹിക്കാൻ പറ്റും. തെറ്റിദ്ധാരണ അങ്ങനെയാണല്ലോ, പറഞ്ഞു പഠിച്ച സമൂഹത്തെ പേടിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ സംഭവിക്കാം മനുഷ്യന്. ഇവിടെ വിശ്വാസമില്ലാണ്ടല്ല, അള്ളാഹ് ഇടപെട്ട് തിരുത്തും വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച സമീപനം ആയിഷാവിന് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. റസൂലുള്ളാഹി വേറെ മാർഗമില്ല, അതന്നെ വിഷയം. അപ്പൊ അങ്ങനെ ഒരു വിഷയമുണ്ട്. അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞതാ, അല്ലാതെ അള്ളാഹ് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഇവിടെ അള്ളാഹ് അങ്ങനെയാണ് എന്ന് പറഞ്ഞത് ആയിഷാവില്ല. മറിയം അത് ശ്രദ്ധയായി. എന്നിട്ട് പറഞ്ഞിട്ടുള്ള ബാക്കി മോനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, ആ സന്താനത്തെ അള്ളാഹ് വേദഗ്രന്ഥം പഠിപ്പിക്കും. വലിയ ആ വേദഗ്രന്ഥത്തിന്റെ പിന്നിലെ യുക്തിയും അതിലെ വചനങ്ങളുടെ യുക്തിയും പഠിപ്പിക്കും. ആ വേദഗ്രന്ഥത്തിന്റെ പ്രായോഗിക രീതിക്കും അത് ഇപ്പത്തിന്റെ പ്രാക്ടിക്കൽ സൈഡ് അത് പഠിപ്പിക്കും. നമ്മുടെ കിതാബ് മാത്രം പോരാ, അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, കിതാബും ഈ പ്രാക്ടിക്കൽ സിദ്ധത്തും വെച്ച് പണിയെടുക്കണം. അപ്പൊ സിദ്ധത്തായിട്ട് ബന്ധവർക്ക് ഹിക്മത്ത് പഠിപ്പിക്കാനാവുന്നത്. ഹിക്മത്ത് പഠിപ്പിക്കും പറഞ്ഞിട്ടില്ലേ? അതിൽ ഹിക്മ പറഞ്ഞിരിക്കുക. ഹിക്മത്ത് എന്ന് പറഞ്ഞ യുക്തിജ്ഞാനം ശരിയാ. എന്നാൽ യുക്തിജ്ഞാനം അള്ളാഹ് നൽകിയ വചനത്തിന്റെ ഒരു ശാസ്ത്രയുടെ ഒരു ഹുക്കുമിന്റെ ഒരു ശറഈ ഹുക്കുമിന്റെ അതിന്റെ രീതി അനുസരിച്ച് എങ്ങനെ പ്രായോഗികമായി കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ചതല്ലാണെന്ന് പഠിപ്പിക്കുക. അപ്പോ കിതാബ് മാത്രം പഠിച്ചാൽ പോലെ സുന്നത്ത് പഠിക്കണം. കിതാബും സുന്നത്ത് നടപ്പാക്കുകയും വേണം. സുന്നത്ത് പഠിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ നിസ്കാരവും സക്കാത്തും ഹജ്ജും മാത്രം പഠിച്ചാൽ പോരാ. കുടുംബജീവിതം മുതൽ ഇവിടെ എല്ലാത്തിലും പഠിക്കണം. അത് സുന്നത്ത, അത് പ്രാക്ടിക്കൽ സൈഡ്, ഹിക്മത്ത, അത് കിതാബിന്റെ ഹിക്മത്ത. എല്ലാ കാലത്തും പ്രവാചകന്മാരെല്ലാം ഉപയോഗിച്ചു. ഈസാ നബിയെ കുറിച്ച് പറഞ്ഞു, വേദഗ്രന്ഥം അത് പഠിപ്പിക്കും, അദ്ദേഹത്തെ ഹിക്മത്തും പഠിപ്പിക്കും. തൗറാത്തും ഇഞ്ചീലും പഠിപ്പിക്കും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ വേദം തൊട്ടും പറഞ്ഞാല് വേദം നൽകപ്പെട്ട പ്രവാചകന്മാർ തൊട്ട് മുമ്പ് അതിനകത്ത് ഒരുപാട് പ്രവാചകന്മാർ നമ്മുടെ മെമ്പറിൽ മൂസ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് കടലിനകത്ത് നിൽക്കുന്ന ഭാഗത്ത് തുടരാൻ പോകുമ്പോൾ മനസ്സിലാവും. നമ്മളവിടെ കൊണ്ടേ നിർത്തിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ നമ്മളവിടെ ഫിറഔൻ മൂസാനെ കേട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് വേഗം കിടക്കട്ടെ, ഇനി തുടങ്ങാൻ പാടില്ല. അപ്പൊ അവിടെ തന്നെയാണ് ബാക്കി പ്രവാചകന്മാർ. ഈസാ നബിയുടെ മുമ്പ് എത്ര പ്രവാചകന്മാരുണ്ട്. എനിക്കൊരു കത്ത് വന്നു കഴിഞ്ഞു. ബിസിനസ്സുകാർ പുതുവ ശ്രദ്ധിക്കുന്ന ഒരു നല്ല സുഹൃത്തിന്റെ കഥ. പേരൊന്നും വെച്ചിട്ടില്ല, പേര് വെച്ചെഴുതാനുള്ള പ്രശ്നം. മുമ്പക്കത്ത് നമ്മൾ നല്ല മിടുക്കന്മാരാണ്. അപ്പൊ കത്ത് നല്ല കാര്യം. എന്താ കാര്യം? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കേട്ടു. ഈസാ നബിയുടെ ചരിത്രം വേഗം വരണം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് വരാൻ പോകും. മുമ്പ് ആദ്യത്തെ ശരിയാവും. നമുക്ക് അങ്ങനെ മൂസ നബിക്ക് ശരിയാക്കാൻ പറ്റും അലൈഹിസ്സലാം. അതിനകത്ത് വേർപെട്ട പ്രവാചകന്മാരുണ്ട്. അപ്പൊ മൂസാ